ഹലോ മക്കളെ. സോ നമ്മുടെ കീം റിസൾട്ട് ഒക്കെ കാത്തിരിക്കുകയാണ് അല്ലെ. നമ്മൾ കീം എക്സാം ഒക്കെ എഴുതി റിസൾട്ട് ഒക്കെ കാത്തിരിക്കുകയാണ്. സോ കീം റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടോപ്പ് 10 എഞ്ചിനീയറിംഗ് കോളേജസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ടോപ്പ് 10 എടുത്തത് KIRF, അതായത് കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. അവർ ടോപ്പ് 10 ആയിട്ട് റാങ്ക് ചെയ്ത എഞ്ചിനീയറിംഗ് കോളേജസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തിൻ്റെയൊക്കെ ബേസിലാണ് ഈ റാങ്കിങ് എന്നുള്ളത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. അപ്പോൾ ആ റാങ്കിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ഇവിടെ പറയും. ഓക്കെ, സോ തുടങ്ങല്ലേ. സോ നമ്മൾ 3 ഇതായിട്ട് തിരിച്ചിട്ടുണ്ട്: ഗവൺമെന്റ് കോളേജസ്, ഗവൺമെന്റ് എയ്ഡഡ് കോളേജസ്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജസ്. ഓക്കെ, സോ നോക്കല്ലേ ഏതൊക്കെയാണ്. അപ്പൊ ഗവൺമെന്റ് കോളേജസ് എന്ന് പറയുന്നതിൽ ആദ്യത്തെ ലൈക്ക് എന്താ പറയാ, നമുക്കൊരു ഫ്ലാഗ്ഷിപ്പ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന നമ്മുടെ കേരളത്തിലെ വളരെ 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 പഴയ ഒരു കോളേജാണ്. ഒരുപാട് അലുമിനി നെറ്റ്വർക്ക് ഉള്ള ഒരു കോളേജാണ്. ദാറ്റ് ഈസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, CET എന്നാണ് അറിയപ്പെടാറ്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് ഹൈ കീം കട്ട് ഓഫ്. സ്കീമിലെ അപ്പോൾ ഏറ്റവും ടോപ്പ് റാങ്കിൽ വരുന്ന കുട്ടികളാണ് സാധാരണ ഈ ഒരു കോളേജിലേക്ക് എടുക്കാറ്. ഹൈ കീം കട്ട് ഓഫ് ആണ് ഈ കോളേജിലേക്ക് വരാറുള്ളത്. അതുപോലെ തന്നെ ഒരു 125 ഏക്കറുടെ വലിയൊരു ക്യാമ്പസ് ആണ് നമ്മുടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. ഓക്കെ, സോ KIRF റാങ്കിങ്ങിലാണെങ്കിലും അതുപോലെ തന്നെ NIRF റാങ്കിങ്ങിലൊക്കെ ആണെങ്കിലും കേരളത്തിൽ നിന്ന് എപ്പോഴും നമ്പർ 1 പ്ലേസിൽ നമ്മുടെ ഈ CET തന്നെയാണ് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയ KIRF റാങ്കിങ്ങിന്റെ അടിസ്ഥാനം ആ ഒരു റിസൾട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് ആണ്. ദെൻ ഇതെന്ന് പറയുന്നത് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട വാല്യൂ ആണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗ്രാജുവേറ്റ് ഔട്ട്കം, അതായത് പഠിച്ചിറങ്ങിയ കുട്ടികൾ ഏതൊക്കെ പ്ലേസ്മെന്റ് ആയി, എത്രത്തോളം പേര് പ്ലേസ്ഡ് ആയി, എത്രത്തോളം പേര് ഹയർ എഡ്യൂക്കേഷൻസിന് ചേർന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഗ്രാജുവേറ്റ് ഔട്ട്കം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ വരുന്നതാണ് നമ്മുടെ ഔട്ട്റീച്ച് ആൻഡ് ഇൻക്ലൂസിവിറ്റി, അതായത് ആ കോളേജ് എത്ര ഔട്ട്റീച്ച് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്, ഓക്കെ, എത്ര ഇൻക്ലൂസീവ് ആണ്, എല്ലാവരെയും ഉൾപ്പെട്ടുകൊണ്ട്, അതായത് സമൂഹത്തിലെ എല്ലാവരെയും ഇൻക്ലൂസീവ് ആയിക്കൊണ്ട് നമ്മൾ ഈ ഒരു കോളേജിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അതായത് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ, സോഷ്യലി ബാക്ക്വേർഡ് നിൽക്കുന്ന ആളുകൾ, അവർക്കൊക്കെ അവരെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ ഈ കോളേജ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു കണ്ടീഷൻ. ദെൻ ഇതെന്ന് പറയുന്നത് സയന്റിഫിക് ടെമ്പർ ആൻഡ് സെക്കുലാർ ഔട്ട്റീച്ച് ആണ്. ഓക്കെ, സയന്റിഫിക് ടെമ്പർ എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ്. ഓക്കെ, ഇന്നോവേഷനും അതുപോലെ തന്നെ നമ്മുടെ കൂടുതൽ കുട്ടികളുടെ ബിസിനസ്സിന് സ്റ്റാർട്ടപ്പുകളെയൊക്കെ എങ്ങനെയാണ് ഈ കോളേജ് നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് ഈ ഒരു ക്രൈറ്റീരിയ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ ഓരോന്നിനും ഓരോ വെയിറ്റേജ് ആണ്. ആ വെയിറ്റേജിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫൈനൽ സ്കോർ ഇവിടെ ഇടുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കിയേ, ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് ആണ്. അതായത് എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്, എത്ര പേര് പാസ്സാവുന്നുണ്ട്, ഓരോ കുട്ടിക്കും എത്ര ടീച്ചേഴ്സ് ഉണ്ട്, ഓക്കെ, സ്റ്റുഡൻറ് ടു ടീച്ചർ റേഷ്യോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് TLR എന്ന് പറയുന്നത്. ഇത് റിസർച്ചുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിക്ക് അത് അത്രത്തോളം പ്രധാനപ്പെട്ടതല്ല. നമുക്ക് പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രാജുവേറ്റ് ഔട്ട്കം അല്ലെ. ഗ്രാജുവേറ്റ് ഔട്ട്കം എന്ന് പറയുന്ന സമയത്ത് എത്ര പേര് പാസ്സാവുന്നുണ്ട്, എത്ര പേര് ഹയർ എഡ്യൂക്കേഷന് പോകുന്നുണ്ട്, അതായത് ഗേറ്റ്, നെറ്റ് തുടങ്ങി കോമ്പറ്റീറ്റീവ് എക്സാമുകളൊക്കെ എത്ര പേര് ക്രാക്ക് ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഗ്രാജുവേറ്റ് ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 ക്രൈറ്റീരിയാസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും ആവശ്യം. ഓക്കെ, അപ്പൊ ഈ 2 ക്രൈറ്റീരിയാസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ ഗ്രാജുവേറ്റ് ഔട്ട്കം 97 ഉണ്ട്, ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് 84.5 ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ കോളേജ്. ദെൻ ഇനി ഗവൺമെന്റ് കോളേജിൽ രണ്ടാമതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണ്. ഇതും വളരെ 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 പഴകിയ ഇൻ ദ സെൻസ് പോസിറ്റീവ് ആയിട്ടാണ് കേട്ടോ, പഴകുന്തോറും നല്ലതാണ്. സോ വളരെ ഒരു ഓൾഡസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആണ് നമ്മുടെ ഗവൺമെന്റ് കോളേജ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ ഈ 5 എന്ന് കൊടുത്തത് നമ്മുടെ KIRF റാങ്കിങ് ആണ്. ഓക്കെ, അപ്പോൾ 5ാം സ്ഥാനത്താണ് നിലവിൽ നമ്മുടെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് എന്ന് പറയുന്നത് 81.47 ആണ്. ഗ്രാജുവേറ്റ് ഔട്ട്കം എന്ന് പറയുന്നത് 87 ആണ്. ഓക്കെ,
സോ അവിടെ നമ്മുടെ ഹാക്കത്തോൺ പോലുള്ള ഒരുപാട് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കോഡിംഗ് ഫെസ്റ്റുകൾ, അതുപോലെ തന്നെ ടെക്നിക്കൽ പ്രൊജക്റ്റുകൾക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോളേജാണ് നമ്മുടെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ. ഓക്കെ, ദെൻ പിന്നെ വരുന്നതാണ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം. ഓക്കെ, RIT എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. 1991 ഈ ഒരു കോളേജ് രൂപീകരിക്കപ്പെടുന്നത്. ദെൻ KRF റാങ്കിങ്ങിൽ അത് 7ാമത്തെ കോളേജാണ് കേട്ടോ. KRF റാങ്കിങ്ങിൽ അത് 7ാമത്തെ കോളേജാണ്. സോ ഇവിടെ നോക്കിയ ഗ്രാജുവേറ്റ് ഔട്ട്കം നല്ലതാണ്, 92 ഉണ്ട്. ദെൻ ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് എന്ന് പറയുന്നത് 80.01 ഉണ്ട്. ഓക്കെ, അപ്പൊ അത്രയാണ് ഗവൺമെന്റ് കോളേജ്. ഈ ടോപ്പ് 10 ഇടം പിടിച്ച ഗവൺമെന്റ് കോളേജ് ഇത് 3ആണ്. അതിന് പുറമെ നമുക്ക് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരുണ്ട്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട്. ഇതൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന നല്ല ഗവൺമെന്റ് കോളേജസ് തന്നെയാണ്. ഓക്കെ, ബട്ട് KRF റാങ്കിങ്ങിൽ അത് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് താഴത്തേക്ക് പോന്നിട്ടുണ്ട്. യെസ്, അപ്പൊ നമ്മൾ ഗവൺമെന്റ് കോളേജുകൾ അവിടെ തീർന്നു. ഇനി നമ്മൾ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകൾ. ഓക്കെ, ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളാണ് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകൾ എന്ന് പറയുന്ന സമയത്ത് ഗവൺമെന്റ് ആയിരിക്കും അതിന്റെ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. ബട്ട് അതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് അതോറിറ്റീസ് ആയിരിക്കും. അപ്പൊ ഫീസ് എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ഗവൺമെന്റ് കോളേജിൽ കൊടുക്കുന്ന അതേ ഫീസ് തന്നെയാണ് ഇവിടെയും വരാറ്. ഓക്കെ, സോ അതിൽ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ 2ാം സ്ഥാനത്ത് KRF റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. സോ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് 1958 വന്നിട്ടുള്ളതാണ്. അതുപോലെ അത്രയും പഴകിയതായതുകൊണ്ട് തന്നെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു അലുമിനി നെറ്റ്വർക്ക് എന്തുണ്ട് ഈ കോളേജിനുണ്ട്. ഓക്കെ, അപ്പൊ അലുമിനി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഉപകാരപ്പെടും. ഇപ്പൊ പ്ലേസ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെങ്കിലും ഒക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഈ അലുമിനി നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസും നല്ലൊരു വാല്യൂ ഉണ്ട്. ഗ്രാജുവേറ്റ് ഔട്ട്കം നോക്കിയാൽ 97 ആണ് ഇവിടെ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടും നമുക്ക് ഗവൺമെന്റ് അല്ലാത്തൊരു കോളേജ് പ്രിഫർ ചെയ്യാം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഏറ്റവും ആദ്യം കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കോളേജ് എന്ന് പറയുന്നത് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തന്നെയാണ്. ഓക്കെ, ദെൻ പിന്നെയാണ് മെയ്സ് കോതമംഗലം. ഓക്കെ, മറ്റൊരു ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനമാണ് മെയ്സ് കോതമംഗലം. വളരെ റിനൗൺഡ് ആയിട്ടുള്ള കോളേജാണ്, NBA അക്രഡിറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് എല്ലാതും. ദെൻ അവിടെ നോക്കിയ ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് എന്ന് പറയുന്നത് 82.84 ആണ്. ഗ്രാജുവേറ്റ് ഔട്ട്കം എന്ന് പറയുന്നത് 88 ആണ്. ഓക്കെ, സോ ഇത് കറക്റ്റ് 88 അല്ല എടുക്കുക, ഇതിനൊക്കെ ഓരോ വെയിറ്റേജ് ഉണ്ടോ, ആ വെയിറ്റേജിനനുസരിച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്കൊരു ഫൈനൽ സ്കോറിൽ എത്താം. ബട്ട് ഇതിൽ നിന്ന് ഏകദേശം നമുക്കൊരു ഓവറോൾ ഐഡിയ കിട്ടും. ഓക്കെ, എത്രത്തോളം കുട്ടികൾ പാസ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം കുട്ടികൾ പ്ലേസ്ഡ് ആവുന്നുണ്ട്, എത്രത്തോളം കുട്ടികൾ ഹയർ എഡ്യൂക്കേഷൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് നോക്കുന്ന സമയത്ത് ഒരു ഓവറോൾ ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് KRFന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. ദെൻ KRF റാങ്കിങ്ങിൽ 8ാമത് വന്നിട്ടുള്ളത് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, പാലക്കാടുള്ള NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. ഇതും വളരെ പഴയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് അലുമിനി നെറ്റ്വർക്ക് ഉള്ള ഒരു കോളേജാണ്. ദെൻ വളരെ അധികം ടെക്നിക്കൽ ഫെസ്റ്റിവല്, അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോബൽ ടെക് ജയന്റുകളായിട്ടുള്ള MNCകളിലൊക്കെ ഒരുപാട് പേര് ഈ NSS കോളേജിൽ നിന്ന് കഴിഞ്ഞിറങ്ങിയവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഗ്രാജുവേറ്റ് ഔട്ട്കം നല്ലതാണ്, ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസും നല്ലതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ നമ്മൾ പറയുന്ന 3 കോളേജുകൾ. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ മൊത്തം 6 കോളേജുകളാണ് പറഞ്ഞത് അല്ലെ. ബാക്കി 4 കോളേജുകൾ എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. ഇനി വരുന്ന ബാക്കി 4 കോളേജസ് എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. സോ സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിനനുസരിച്ചുള്ള ഒരു ഫീസ് നമ്മൾ അങ്ങോട്ട് അടയ്ക്കേണ്ടി വരും. ഓക്കെ, സോ ഇവിടെ നോക്കിയ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 3ാമത് നിൽക്കുന്നത് നമ്മുടെ രാജഗിരി കോളേജ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജ് ആണ്. ഓട്ടോണമസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയ രീതിയിൽ കരിക്കുലം ഒക്കെ റീഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കരിക്കുലം എന്ന് പറയുന്നത് കുറെ കൂടെ മോഡേൺ ഇൻഡസ്ട്രി ആയിട്ട് അലൈൻ ചെയ്യപ്പെട്ട് കിടക്കുന്ന കരിക്കുലങ്ങളായിരിക്കും. ഓക്കെ, സോ നമ്മുടെ ഗ്രാജുവേറ്റ് ഔട്ട്കം എന്ന് പറയുന്നത് 88 ആണ്. ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് എന്ന് പറയുന്നത് 78.61 ആണ്. ഓക്കെ, ഇതുപോലെ തന്നെ ഇവിടെ നല്ല പ്ലേസ്മെന്റ് ആണ്. മോസ്റ്റ്ലി MNCകളൊക്കെ തന്നെയാണ് പ്ലേസ്മെന്റിന് വരാറുള്ളത്.
ദെൻ പിന്നെ വരുന്ന ഒരു പ്രൈവറ്റ് കോളേജ് ദാറ്റ് ഈസ് KIRF റാങ്കിങ്ങിൽ 4ാമത് വരുന്നതാണ് അമൽ ജ്യോതി കോളേജ്. ഓക്കെ, കമ്പാരിറ്റീവ്ലി ഒരു പുതിയ കോളേജാണ്, 2001 അത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, എന്നിരുന്നാൽ പോലും NAC A+ അക്രഡിഷൻ കിട്ടിയിട്ടുള്ള നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ നാക്കിന്റെ A+ അക്രഡിഷൻ കിട്ടിയിട്ടുള്ള ആദ്യത്തെ കോളേജാണ് നമ്മുടെ അമൽ ജ്യോതി കോളേജ്. സോ അതിന്റെ ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസും അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ഔട്ട്കമിന്റെ വാല്യൂ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതും സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണ്. സോ ഒരു ഫീസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഓരോ സെമസ്റ്ററിൽ അല്ലെങ്കിൽ ഓരോ ഇയറിൽ ഒരു പർട്ടിക്കുലർ ഫീസ് എമൗണ്ട് എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, ദെൻ പിന്നെ 9ാം സ്ഥാനത്തെ ദാറ്റ് ഈസ് KRF 9ാം സ്ഥാനത്ത് വരുന്നതാണ് SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്. ഓക്കെ, അതും ടോപ്പ് 10 അതായത് KRF ടോപ്പ് 10 റാങ്കിങ്ങിൽ ഇടം പിടിച്ചിട്ടുള്ള കോളേജാണ്, നല്ലൊരു കോളേജാണ് SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 10ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് സെയിന്റ് കിറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. അതും സെൽഫ് ഫിനാൻസിങ് ആണ്, നല്ലൊരു കോളേജാണ്, കമ്പാരിറ്റീവ്ലി പുതിയൊരു കോളേജാണ്, 2002 അത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. സോ പുതിയൊരു കോളേജാണ്, ബട്ട് പുതിയൊരു കോളേജ് ആണെങ്കിലും മോഡേൺ ടെക്നോളജീസ് മോഡേൺ ഫെസിലിറ്റീസ് ഒക്കെ ഈ കോളേജിൽ നമുക്ക് അവൈലബിൾ ആണ്. നല്ല ഒരു ഗ്രാജുവേറ്റ് ഔട്ട്കം അതുപോലെ തന്നെ ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് ഒക്കെ ഇവിടെയും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബാക്കി ഉള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഈ 2 ക്വാണ്ടിറ്റിയാണ്. അതുപോലെ തന്നെ ഇതും നമുക്ക് എല്ലാം നമുക്ക് നോക്കുന്ന സമയത്ത് ആവശ്യം തന്നെയാണ്. റിസർച്ച് മാത്രമാണ് ബിടെക് ഏരിയയിൽ നോക്കുന്ന സമയത്ത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു റീജിയൻ. ബാക്കിയെല്ലാം ഇപ്പോൾ ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ ഒരു എന്താ പറയുക, വെറും അക്കാഡമിക് കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ കോളേജിൽ പോകുന്ന സമയത്ത് നടക്കുന്നത് അല്ലേ. ഈ ഒരു 4 വർഷം കൊണ്ട് നമ്മളാക്കി തീർക്കുന്ന ഒരു പ്രോസസ്സാണ് കോളേജ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒബ്വിയസ്ലി നമ്മുടെ ഔട്ട്റീച്ച് ആൻഡ് ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്നതിന് വലിയൊരു പ്രാധാന്യം തന്നെയുണ്ട്. ഓക്കെ, അക്കാഡമിക് ആയിട്ട് നോക്കുന്ന സമയത്ത് അത്ര പ്രാധാന്യം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ലൈക്ക് ആസ് എ ഹ്യൂമൻ നമ്മളൊരു മനുഷ്യനായി നമ്മളെ മാറ്റുന്നതിൽ ഈ ഔട്ട്റീച്ച് ആൻഡ് ഇൻക്ലൂസിവിറ്റിക്കൊക്കെ വലിയ റോൾ ഉണ്ട്. അപ്പൊ അതെല്ലാം പ്രധാനപ്പെട്ട തന്നെയാണ്. ബട്ട് അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസും അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ഔട്ട്കമും ആണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ അത്രയാണ് നമ്മുടെ ടോപ്പ് 10 എഞ്ചിനീയറിംഗ് കോളേജസ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റിൽ ആഡ് ചെയ്യാം. സോ അതെല്ലാം നമ്മൾ റിസോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. സോ താങ്ക് യു ആൾ, ടാറ്റാ, ബൈ ബൈ.